നമ്മളെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷയായി ബഹുമാനപ്പെട്ട തടയമല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. യോഗം ആരംഭിക്കാം. യോഗത്തിൽ ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ജില്ലയിലെ മികച്ച ലിമിറ്റഡ് യൂണിറ്റിലുള്ള അനുമോദന ചടങ്ങും കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ സ്കൂളിന്റെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് D. സന്തോഷ് അവരെ ക്ഷണിക്കുന്നു. ഈ
യോഗത്തിന്റെ അധ്യക്ഷ കടയമന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ഇവിടെ ജില്ലാ പഞ്ചായത്ത് വഴി അനുവദിച്ച് കിട്ടിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള ശ്രീ സാംബിയുടെ അനിയൻ, ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കരീമി നായർ, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എ രാജു, വാർഡ് മെമ്പർ ശ്രീമതി മഞ്ജു മറിയപ്പള്ളി, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പാൾ ദീപ ടീച്ചർ, മായ ടീച്ചർ, പിയുടെ മുൻ പ്രസിഡന്റും സ്കൂൾ വികസന സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള കരീമി നായർ, പി ടി എ വൈസ് പ്രസിഡന്റ് നവാസ്, സജിസാർ ആസാദ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമുക്കറിയാം കഴിഞ്ഞ നിരവധി വർഷക്കാലങ്ങളായി കടയമംഗലം മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളും അക്കാദമിക് രംഗത്തും ഓരോ വർഷം കഴിയുമ്പോഴും വലിയ മാറ്റങ്ങളാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി മാറ്റങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, അങ്ങനെ നിരവധി മാറ്റങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ വഴി നടപ്പാക്കുന്നത്. നമുക്കറിയാം ഒരു ഘട്ടങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഒഴിഞ്ഞു പോയി സ്കൂളുകൾ കൂട്ടുന്നൊരവസ്ഥ വരെ ഉണ്ടായ കാലമാണ്. എന്നാൽ ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും സർക്കാർ സ്കൂളുകളിലേക്ക് നിരവധി കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികളാണ് പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളുള്ള ഈ സമയത്ത് ജില്ലാ പഞ്ചായത്ത് നിരവധി പദ്ധതികളാണ്, പ്രത്യേകിച്ചും സാങ്കേതിക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷം ഇപ്പോൾ ഡിവിഷൻ മെമ്പറായിട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയും. തുടർന്നും അദ്ദേഹത്തെ കൊണ്ട് നിരവധി പദ്ധതികൾ നമുക്കിവിടെ നടപ്പാക്കാൻ നമ്മുടെ ഈ സ്കൂളിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കൃഷിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടത്തിന്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇനി ഏതാനും ചില ഇലക്ട്രിക് വർക്കുകൾ ഉൾപ്പെടെയുള്ള ചില വർക്കുകൾ മാത്രമാണ് ഈ തീരുമാനം. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നമ്മുടെ എംഎൽഎയും ഇവിടുത്തെ മന്ത്രിയുമായ ശ്രീമതി സിന്ധു റാണി ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാരവാഹികൾ, പഞ്ചായത്തിന്റെ ഭാരവാഹികൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഉദ്ഘാടനത്തിന് നമുക്ക് നടത്തേണ്ടതുണ്ട്. തുടർന്ന് നമുക്ക് അതിലേക്കെല്ലാം വളരെ താമസമില്ലാതെ തന്നെ പോകേണ്ടത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത്, ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഈ ആഡിറ്റോറിയത്തിൽ ഈ രീതിയിലുള്ള ഒട്ടനവധി മാറ്റങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ തന്നെ നേരത്തെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഈ കാണുന്ന ആഡിറ്റോറിയത്തിൽ 55-60 ലക്ഷം രൂപ മുടക്കിയാണ് നമുക്ക് ഈ രീതിയിലാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രിഫിക്കേഷൻ നടത്താൻ വേണ്ടി നല്ലൊരു തുക ഇവിടെ സ്കൂളിന്റെ ഭാരവാഹികൾ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ ഒരു പൊതുപരിപാടി ഉൾപ്പെടെ ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിൽ ലൈറ്റ് വെളിച്ചത്തിന്റെയും ഫാനിന്റെയും എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം നമുക്ക് ഇവിടെ നിർവഹിക്കണം. അതോടൊപ്പം തന്നെ SPCയുടെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റാണ് ഈ മഹാത്മാഗാന്ധി സ്കൂളുകൾ. അതിൽ തന്നെ നമ്മുടെ ജില്ലയിൽ എനിക്ക് തോന്നേണ്ട 5 സ്കൂളുകൾക്ക് മാത്രമേ ഈ ബാൻഡ് സെറ്റ് നൽകിയിട്ടുള്ളൂ. അതിലൊന്ന് 15 അസംബ്ലി മണ്ഡലങ്ങളുള്ള വളരെ പ്രമുഖരായിട്ടുള്ള പല MLA മാരും മന്ത്രിമാരുമുള്ള ഈ ജില്ലയിൽ നമുക്കിവിടെ
ഈ ബാൻഡ് ഈ 5 സ്കൂളുകളിൽ ഒന്ന് കടയമംഗലം മഹാത്മാഗാന്ധി സ്കൂൾ. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നല്ല ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കിച്ചന്റെ കേസ് പിന്നെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമീപിച്ചിട്ടുണ്ട്. വളരെ താമസമില്ലാതെ തന്നെ അത് ത്രിതല പഞ്ചായത്തുകൾക്ക് അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അതിന്റെ പണി പൂർത്തീകരിക്കണം. ചുറ്റുമതില് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്ത് എത്ര തുകയാവും എന്ന് പറഞ്ഞാൽ മതി. അത് ഉൾപ്പെടെ ഉള്ളത് ജില്ലാ പഞ്ചായത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ആ പണി പൂർത്തീകരിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്കും പോവുകയാണ്. അതോടൊപ്പം തന്നെ പഴയ പ്രധാനപ്പെട്ട പഴയ കെട്ടിടം അതിന്റെ ഇലക്ട്രിഫിക്കേഷൻ ഇപ്പോഴും വളരെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് എത്ര തുകയായാലും അതും നമുക്ക് തന്നുകൊണ്ട് അതുൾപ്പെടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്കൂൾ മുമ്പോട്ട് പോവുകയാണ്. ഓരോ വർഷം കഴിയുന്നതോറും വിജയ ശതമാനത്തിലും മറ്റെല്ലാ കാര്യത്തിലും അച്ചടക്കത്തിന്റെ കാര്യത്തിലായാലും എല്ലാ രംഗത്തും വളരെ നല്ല രീതിയിലാണ് നമ്മുടെ സ്കൂൾ മുമ്പോട്ട് പോകുന്നത്. SSLCക്ക് 11 വർഷക്കാലം കൊണ്ട് 100% വിജയം കരസ്ഥമാക്കുന്ന ഈ മണ്ഡലത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് നമ്മളെ സ്കൂള്. അതോടൊപ്പം തന്നെ +2 ഓരോ വർഷം കഴിയുമ്പോഴും വിജയ ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും A+ കാര്യത്തിലും എല്ലാം വളരെ മുന്നിലാണ്. തുടർന്ന് വരുന്ന സമയങ്ങളിലും അത് നിലനിർത്തുവാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് അധ്യാപകരെല്ലാം നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ PTA അംഗങ്ങൾ, ഇവിടുത്തെ നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നല്ല രീതിയിലാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നതും വീക്ഷിക്കുന്നതും സഹായിക്കുന്നത്. അത് തുടർന്നും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത കടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനീഷിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാനിവിടെ സൂചിപ്പിച്ച വിവിധ പദ്ധതികളുടെ പണി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം തുടർന്ന് ഈ പല നിർമ്മാണ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളത് നമുക്ക് നടത്താനുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് പേര് പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് തന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായ നമുക്ക് ഈ സ്കൂളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സാമൂഹ്യമായി വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേരുന്ന അറിയിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, ചടയമംഗലത്തെ ഈ സ്കൂളിൽ ഉൾപ്പെടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകിയിരിക്കുന്ന കരിവി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കരിവി നായർ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരിയായിട്ടുള്ള ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ, എല്ലാ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയും എല്ലാം വളരെ ശ്രദ്ധയിലെത്തി കൂടുതൽ സമയം കണ്ടെത്തി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൾ ദീപ ടീച്ചറെ വളരെ സ്നേഹപൂർവ്വമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, നമുക്കെല്ലാം എല്ലാ പരിപാടികളും എത്തിച്ചേർന്നിരിക്കുന്ന പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജുവിനെ വളരെ സ്നേഹപൂർവ്വമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാദവും എത്തിച്ചേർന്നിട്ടില്ല, കൃത്യമായി അറിവ് കൊടുത്തിട്ടുള്ള എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കാര്യത്തിലും ഈ സ്കൂളിൽ ഇരിക്കുന്ന വാദങ്ങളിലേക്ക് എല്ലാ കാര്യത്തിലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പർ ശ്രീമതി മഞ്ജു മറിയത്തുള്ള വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിൽ ക്ഷണിക്കുന്നു. പിന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടില്ല DEO കൊട്ടാരിക്കര. ഇപ്പോഴാണ് ഇവിടുന്ന് DEO കൊട്ടാരിക്കര പോയിട്ടുള്ളത്. ഈ സ്കൂളിന്റെ ഇഷ്ടമായി ഈ നാട്ടുകാരിൽ നിലയ്ക്ക് നിരവധി വർഷക്കാലം എല്ലാ കാര്യത്തിലും ഇവിടെ നിറഞ്ഞിരുന്ന നിറസാന്നിധ്യമായിരുന്ന അമൃത ടീച്ചർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. അമൃത ടീച്ചർ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം. കടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ മെമ്പർ, ഈ സ്കൂളിൽ ദീർഘകാലം PTA പ്രസിഡന്റ്, ഇപ്പൊ സ്കൂൾ വികസന സമിതിയുടെ ചെയർമാനുമായ എല്ലാ കാര്യങ്ങളിലും നിറസാന്നിധ്യമായിരിക്കുന്ന ശ്രീ JP വേണുഗോപാലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പിന്നെ ഇവിടെ എത്തിച്ചേരും നമ്മളെ മാതൃസമിതിയുടെ പ്രസിഡന്റ് സബിത CH വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ദീർഘകാലം കൊണ്ട് ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റായ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സാന്നിധ്യമായി നിൽക്കുന്ന PTAയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ നവാസ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സംസാർ ജോലി സമയം ചില ദിവസങ്ങളിൽ ലീവ് സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും സാന്നിധ്യമായി നിൽക്കുന്ന വളരെ കാര്യമായി എല്ലാത്തിലും ബന്ധപ്പെട്ടിരിക്കുന്ന സൈസാറിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡയറക്ടർ ഈ പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വമായി ചെയ്യുന്ന ഈ സ്കൂളിലെ PTA എക്സിക്യൂട്ടീവുകളുമായിട്ടുള്ള ആസാദിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊടുക്കുന്നു. അതോടൊപ്പം ഇവിടുത്തെ വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാനമുള്ള അധ്യാപകർ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും സാന്നിധ്യമായി എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ വികസന പ്രവർത്തനങ്ങളിലും ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്ന മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും വളരെ സ്നേഹപൂർവ്വമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്തിട്ടുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെ ഒറ്റവാക്കി തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ HM മായ ടീച്ചർ അടുത്ത സമയത്താണ് വന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഇവിടെ എല്ലാ കാര്യത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മായ ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മുഴുവൻ ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി മുന്നേറിച്ചു നിർത്തുന്നു. അഭിവാദം. ബഹുമാന്യനായിട്ടുള്ള സ്കൂളിന്റെ PTA പ്രസിഡന്റ് സന്തോഷ് അവർ, ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പറും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാമ്യഡാനിയൽ അവർ, ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് A. രാജു അവർ, ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവർ, വാർഡ് മെമ്പർ ശ്രീമതി മഞ്ജു മറിയപ്പള്ളി, സ്കൂളിന്റെ HM ദീപ ടീച്ചർ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ദീപ ടീച്ചർ, HM മായ ടീച്ചർ, വേദിയിൽ ഇരിക്കുന്ന വേറെ ബഹുമാന്യരായിട്ടുള്ള PTA അംഗങ്ങൾ, പ്രിയപ്പെട്ടവര്, അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രിയമുള്ളവര്, നമുക്കറിയാം നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ MG സ്കൂളിൽ നമ്മുടെ ഒട്ടനവധി പരിപാടികൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യമാവുന്നതിന് വേണ്ടി ഈ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോ ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയം അടക്കം വളരെ മനോഹരമായി പണി കഴിപ്പിക്കുകയും ഒട്ടനവധി ഫാനിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഫാൻ എണ്ണുമായിരുന്നു എത്ര ഫാനാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഇട്ടിരിക്കുന്നതെന്ന്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ ഇന്ന് പഠിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ പൊതുപരിപാടികൾ നടത്തുന്നതിനുമൊക്കെ ഇത്രയും മനോഹരമായി ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അത് കഴിഞ്ഞിപ്പോൾ ഡിവിഷന്റെ മെമ്പർ എന്നുള്ള നിലയിലും വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരികയും നമ്മുടെ യുവതലമുറ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സ്കൂളിൽ വരെ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കൊണ്ടുവരികയും ചെയ്ത ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെ ഈ വേദിയിൽ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ഒട്ടനവധി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാര്യം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു മരണത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. റിപ്പോർട്ട് അവതരണം വരെയുണ്ട്. അപ്പൊ അത് ഉദ്ഘാടനം കഴിഞ്ഞ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ വേദിയിൽ ഒട്ടനവധി ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായ അഡ്വക്കേറ്റ് സാമ്യഡാനിയൽ അവരെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു.
ബാൻഡ് സെറ്റിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കൊല്ലം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പറുമായ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അവരുടെ നമ്മുടെ SPC കേഡറ്റുകൾ ജനറൽ സല്യൂട്ട് ചെയ്ത് അഭിവാദ്യം ചെയ്യുന്നു. വളരെ കുറഞ്ഞ ദിവസങ്ങൾ പരിശീലനം നടത്തിയിട്ടുള്ള നമ്മുടെ ബാൻഡ് സംഘം ചെറിയ രീതിയിൽ അവരുടെ ബാൻഡ് അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായി ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഈ സ്കൂളിൻ്റെ സർവ്വമായ പുരോഗതിക്ക് വേണ്ടി എല്ലാവിധമായ പരിശ്രമങ്ങളും നമ്മുടെ PTA പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ ശ്രീ ജി സന്തോഷ്, നമ്മുടെ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ അക്കാഡമിക് നിലവാരം അതിനുന്നതിക്ക് വേണ്ടിയുള്ള ഏറെ പരിശ്രമം നടത്തുന്നു നമ്മുടെ പ്രിയ പ്രിൻസിപ്പൽ ശ്രീ മഞ്ജുള ദേവരാണി, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ ശ്രീ A. രാജു, വേദിയിലുള്ള നമ്മുടെ SMCയുടെ ചെയർമാൻ PTA പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ ശ്രീ JP MDയുടെ പ്രസിഡന്റ് ശ്രീമതി സവിത സീസ്, PTA പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ശ്രീ നവാസ്, ശ്രീ സജി, ശ്രീ ആസാദ്, നമ്മുടെ പുതുതായി വിശ്വസ്തനായി ചുമതലയേറ്റ
ഏറെ പ്രിയങ്കരായ MSS ശ്രീമതി മായ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഇവിടെ സ്വാഗത പ്രാസംഗികരും അധ്യക്ഷയെല്ലാം പറഞ്ഞുപോലെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷക്കാലമായി നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. അതിന്റെ ഭൗതിക സാഹചര്യങ്ങളാണ് മെച്ചപ്പെടുത്താൻ കഴിയുന്നത്. പൊതുവിൽ നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തെ ഒരവസ്ഥ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ പഠിച്ച സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച്, അവിടെ സർക്കാർ സ്കൂളുകളിലാണ് പഠിച്ചതാകുന്നത്. അപ്പൊ ആ കാലത്ത് ഇവിടെ അധ്യാപകരായി നിൽക്കുന്ന പല ആളുകളെ സംബന്ധിച്ച് അവർ പഠിച്ച സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം എന്താണ് എന്നുള്ളത് അറിയാം. എന്നാൽ ആ അവസ്ഥയ്ക്ക് പലപ്പോഴും സ്കൂൾ തുറക്കുന്ന കാലങ്ങളിൽ ഒരുപക്ഷെ ജൂൺ മാസം കാണാം. അപ്പൊ ആ ജൂൺ മാസത്തിൽ ഓല മേയാൻ കഴിയാതെ ചോർന്നിരിക്കുന്ന സ്കൂൾ കുട്ടികൾ, അവിടെ കുടപിടിച്ചിരിക്കുന്ന കുട്ടികൾ, പലപ്പോഴും ദുരന്ത വാർത്ത, അങ്ങനെ വലിയ മഴയിൽ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിനെ സംബന്ധിച്ചുള്ള ദുരന്ത വാർത്ത, ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ശരാശരി മലയാളി ഓരോ ദിവസവും അക്കാലത്ത് തലനീക്കുന്നത്. വളരെ ആശങ്കയായിരുന്നു രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികളെ സർക്കാർ സ്കൂളിലേക്ക് വിടുന്നതിനെ സംബന്ധിച്ച്. പക്ഷെ ഇന്ന് ഒരു മലയാളിയായ രക്ഷിതാവിനും ആശങ്ക യഥാർത്ഥം വേണ്ട. കാരണം നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം വളരെയധികം മെച്ചപ്പെട്ടു. കോടിക്കണക്കിന് രൂപ, കാരണം ഗവൺമെന്റ് കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി, മുൻഗണന എന്ത് എന്ന് ചോദിച്ചാൽ, ആ മുൻഗണനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭാവിയെ അല്ലെങ്കിൽ ഭാവി തലമുറയെ നയിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുന്ന സ്കൂളുകൾ, അതിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ, അതിന്റെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താൻ, അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ഭൗതികമായ സൗകര്യങ്ങൾ സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിലയങ്ങളായ സ്കൂളുകളെ മാറ്റുവാൻ, ക്ലാസ് മുറികളെ മാറ്റുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. സാമ്പത്തികമായ പരിമിതികളും പരാധീനതകളും എല്ലാം ഉള്ളപ്പോഴും സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തലിനെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല എന്നുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് നിലപാടാണ് ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകൾ ഈ തരത്തിലേക്ക് മാറിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, സ്വാഭാവികമായും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിന്റെ 68 സ്കൂളുകളാണ് സർക്കാർ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളായി ഉള്ളത്. അപ്പൊ ഞങ്ങൾ അതിനൊരു മുൻഗണന, സ്വാഭാവികമായും ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴും ഇപ്പോഴും അതിന് മുൻഗണന നൽകുന്നത് സ്വാഭാവികമായും നമ്മുടെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ, അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ. കേരളത്തിൽ ആദ്യമായി നമ്മുടെ 68 സ്കൂളുകൾ, ഈ വർഷം കൂടിയാവുമ്പോൾ 68 സ്കൂളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കൂളുകളും പ്രത്യേകമായ ഒരു ലൈബ്രറി ഒരുക്കുകയാണ്. നമ്മളാണ് കേരളത്തിൽ ആദ്യമായി അങ്ങനൊരു പദ്ധതിക്ക് കേരളത്തിൽ തുടങ്ങി കൊടുക്കുന്നത്. ഇവിടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ആ ലൈബ്രറി സ്വാഭാവികമായി അത് സെറ്റ് ചെയ്യാൻ ആവശ്യമായ പുസ്തകങ്ങളും ഫർണിച്ചർ നൽകിക്കൊണ്ട് ആ ലൈബ്രറി നമ്മൾ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ അത്തരത്തിൽ വളരെ നൂതനങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞ ആഡിറ്റോറിയമായിരുന്ന പ്രൊവിഷൻ, തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഇൻഡോർ ഫിറ്റ്നസ് പാർക്ക്, അത് കൊല്ലം ജില്ലയിൽ 2 സ്കൂളിൽ മാത്രമാണ്. ആ 2 സ്കൂളിൽ ഒന്ന് എന്ന് പറയുന്നത് ചടയമംഗലമാണ്. ചടയമംഗലത്തേക്കാൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്, ആവശ്യങ്ങളുള്ള സ്കൂളുകളുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിൽ ഒരു സ്കൂള് ചടയമംഗലമായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. കഴിഞ്ഞ അതിന് തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷമാണ് നമ്മൾ ബാൻഡ് സെറ്റ്
കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് 68 സ്കൂളിലും ബാൻഡ് സെറ്റ് ഒരുമിച്ച് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ 5 സ്കൂളിൽ മാത്രമാണ് 68 സ്കൂളിൽ 5 സ്കൂളിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. വളരെ പരമ്പരാഗതമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബാൻഡ് സെറ്റിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ സ്വാഭാവികമായും SPCയുടെ പ്രവർത്തനം തുടങ്ങിയ സ്കൂളുകളുണ്ട്. അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ചടയമംഗലത്ത് 5 സ്കൂളിൽ 1 MG സ്കൂളായിരിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ ഉദ്ഘാടനമാണ് അതിന്റെ വിവിധ പദ്ധതികളുടെ കൂട്ടത്തിൽ ഇതും ഇവിടെ നടക്കുന്നത്. കുറച്ചു മുമ്പേ നടക്കേണ്ടിയ ഈ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ തന്നെ നടക്കേണ്ടിയിരുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുക. ആ ശുദ്ധജലം ലഭ്യമാകുന്നതിന് പലപ്പോഴും നമ്മുടെ കിണറിൽ നിന്ന് കിട്ടുന്ന വെള്ളം അല്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യം കലരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ് വാട്ടർ പ്യൂരിഫയർ നൽകുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചത്. അതും 68 സ്കൂളിൽ ഒരേപോലെ കൊടുക്കാൻ കഴിയില്ല. എങ്കിലും അത് ആരംഭിച്ച ഘട്ടത്തിൽ, അത് നടപ്പിലാക്കിയ ഘട്ടത്തിൽ തന്നെ ചടയമംഗലം MG സ്കൂളിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തി വരുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ നല്ല ഉഷ്ണമായിരിക്കും. കാര്യം ഫാനും ലൈറ്റും ഒന്നുമില്ല. അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ പദ്ധതിയും അത് നമ്മൾ സ്വാഭാവികമായും അതിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മെച്ചപ്പെടുത്തണം എന്നുള്ള തരത്തിൽ PTA-യും അതുപോലെ തന്നെ അധ്യാപകരും പറയുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ PTA പ്രസിഡന്റിനോട് പറഞ്ഞാണ്. അപ്പം മിക്കവാറും ഇപ്രാവശ്യത്തെ പ്രഖ്യാപനത്തോടുകൂടി നടപ്പിലാക്കുന്ന കാര്യം അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് മാർച്ച് കഴിഞ്ഞുള്ള സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയ കാര്യം ഡിസംബർ മാസം 8-ാം തീയതി മുമ്പ് പുതിയ ഭരണസമിതി 5 വർഷമാണ് പൂർത്തീകരിക്കുന്നത്. അപ്പൊ അടുത്ത സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റ് നടപ്പിലാക്കി വരുമ്പോൾ ഏതാണ്ട് സ്വാഭാവികമായും ഒരു ഒക്ടോബർ നവംബർ മാസമൊക്കെയാണ്. പക്ഷെ പ്രോജക്റ്റ് നമുക്ക് അപ്പൊ അതുകൊണ്ട് ഈ ഭരണസമിതിയെ സംബന്ധിച്ച് നടപ്പിലാക്കുന്ന പ്രോജക്റ്റുകൾ ഒരുപക്ഷെ ഈ സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റുകളായിരിക്കും നമുക്ക് നടപ്പിലാക്കി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യം. ഈ വർഷം നമ്മൾ അത് പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു പല പദ്ധതികൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഈ സ്കൂളിനോട് നമുക്കൊരു പക്ഷേ ഈ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലയളവിൽ അവസാനമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് എന്നുള്ളത് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട തരത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് 25 ലക്ഷം രൂപ അതിന് ചെലവ്. ആ 25 ലക്ഷം രൂപ ചെലവ് വരുന്ന ഹാബിറ്റാറ്റിനെ പോലെയുള്ള അക്രഡിറ്റഡ് ഏജൻസി വളരെ മനോഹരമാണ് നിർമ്മിക്കുന്ന 25 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് കൂടി ഇവിടെ നിർമ്മിച്ചു തരാം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയുകയാണ്. ആ അപ്പൊ അങ്ങനെ നമ്മുടെ വിവിധങ്ങളായ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു പോകുന്നില്ല. പിന്നെ ഇവിടെ നമ്മുടെ 2023-24 വർഷം കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച നമ്മുടെ കൈഡ്സ് യൂണിറ്റായി നമുക്ക് അവാർഡിന് അർഹമായത് ഈ സ്കൂളാണ്. നമ്മുടെ വിവിധ അധ്യാപക പരിശ്രമം. അപ്പൊ ആ സന്ദർഭത്തിൽ തന്നെ അവസാനം വിളിച്ച് പറഞ്ഞ് നമുക്ക് അവാർഡ് ലഭിച്ചു. നമുക്കൊരു പരിപാടി അതും ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് താമസം ഉണ്ടായിരുന്നു. എങ്കിലും നല്ല മിടുക്കികളായ കുട്ടികൾ, പ്രതിഭാശാലികളായ കുട്ടികൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്, ഈ ഗ്രാമീണ മേഖലയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സ്വാഭാവികമായും ഈ അവാർഡുകൾ നമ്മളെ അർഹമാക്കുന്നത്. ആ അവാർഡിന് അർഹമാക്കാൻ കഴിയുന്ന വിധം അവരെ പ്രാപ്തരാക്കിയത് ഈ പ്രിയപ്പെട്ട അധ്യാപകർ നൽകിയ പരിശീലനമാണ്. തീർച്ചയായും അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അതിനർഹരാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. നമുക്കിനി കൂടുതൽ മുന്നോട്ട് പോകാം. നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് മാനവ വിഭവശേഷിയെ സംബന്ധിച്ച് നമ്മുടെ കേരളം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഒരു പഠന വിധേയമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അഭിഭാഷകരുടെ ഒരു ഗ്രൂപ്പിൽ വിദേശത്തെ അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന അവിടെ ഒരു പ്രഭാഷണത്തിൽ
കേരളത്തെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി. എങ്ങനെയാണ് മാനവ വിഭവശേഷി ലോകത്ത് തന്നെ വികസിത രാജ്യങ്ങൾക്കൊപ്പം കേരളം എങ്ങനെയാണ് മാറുന്നത്, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് മുന്നേറുന്നത്, നമ്മുടെ ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്. വളരെ വിസ്മയിക്കുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും വികസിത മുതലാളിത്ത രാജ്യങ്ങൾക്കൊപ്പം കേരളം മാറിയതിനെ സംബന്ധിച്ച് ആ ഹാർവാർഡ് സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിൽ കേരളത്തെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, കേരളത്തെ ഒരു എക്സാമ്പിളായി എടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അപ്പൊ ലോക രാജ്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിലായാലും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യരംഗത്തുണ്ടായാലും വലിയ പുരോഗതി നമ്മൾ കൈവരിക്കുന്നതിൽ നമ്മുടെ കേരളം അഭിമാനകരമായ നമുക്കുണ്ടാകാൻ കഴിയും. സ്വാഭാവികമായും അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെതായ പുരോഗതിയാണ്. നമുക്കിനിയും ആധുനിക ഈ ലോകത്ത് കീഴടക്കാൻ ഒരുപാടുണ്ട്. ആ കീഴടക്കാൻ കഴിയാനുള്ള ബുദ്ധിശക്തിയും അതിനുള്ള എല്ലാവിധമായ ബൗദ്ധികമായ നിലവാരവും നമ്മുടെ കുട്ടികൾക്കുണ്ട്. ആ രൂപത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ സ്കൂളിൽ നിന്ന് കഴിയുന്നുണ്ട്, നമ്മുടെ അധ്യാപകർക്ക് കഴിയുന്നുണ്ട്. ആ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളം അറിയുന്ന, ഇന്ത്യ അറിയുന്ന, ലോകം അറിയുന്ന പ്രതിഭാശാലികളായ കുട്ടികളെ വാർത്തെടുക്കാൻ ഈ LG സ്കൂളിന് കഴിയും. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന വിവിധ തലങ്ങളിൽ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളാണ്. വിവിധ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിന് അർഹരായിട്ടുള്ള കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് നാളുകളിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം സ്വാഭാവികമായി ഇതെല്ലാം വിജയിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച PTA, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പലിനെ, HMനെ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി കഴിഞ്ഞ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഈ അനുമോദന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് ആലോചിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ 2023 വർഷത്തെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച ലിറ്റിൽ കൈറ്റ് സ്റ്റുഡന്റായി നാം തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 മുതൽ 2023 വരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ്. ഈ അവാർഡിന് അർഹരായ നമ്മുടെ ലിറ്റിൽ കൈറ്റ് സ്റ്റുഡന്റ് എല്ലാ അംഗങ്ങളെയും ഇതിന്റെ പുരസ്കാരം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് വാങ്ങുന്നതിലേക്കായി അവരെ ക്ഷണിക്കുന്നു. നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾക്ക് പുറമെ സ്കൂളിലെ വിവിധ പരിപാടികളുടെ ഡോക്യുമെന്റേഷൻ, QR കോഡുകളുടെ നിർമ്മാണം, ഭിന്നശേഷിക്കാർക്കായുള്ള കമ്പ്യൂട്ടർ പരിശീലനം, റോബോട്ടിക്സ് പ്രചാരണവും പ്രദർശനവും തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കൊപ്പം അമ്മമാർക്ക് സ്മാർട്ട് ഫോണുകളെ കുറിച്ചും ഇന്റർനെറ്റിനെ കുറിച്ചും അവബോധമുണ്ടാക്കുന്നതിനായുള്ള അമ്മയറിയാൻ പദ്ധതി പ്രാദേശിക കേന്ദ്രങ്ങളിലേക്ക് നടപ്പാക്കിയത് അവാർഡിന് ഏറെ സഹായകമാണ്. പ്രാദേശിക കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച വിവിധ ക്ലാസുകൾ നയിച്ചത് നിലവിൽ ഇപ്പോൾ +2 വിദ്യാർത്ഥികളായ ഫാത്തിമ ജൗഹർ, ഫെമിജ, ബാസിമ എന്നീ ലിറ്റിൽ കൈറ്റ് അംഗങ്ങളാണ്. 3 പേർക്കും ലിറ്റിൽ കൈറ്റ് യൂണിറ്റിന്റെ അഭിനന്ദനം. ഒപ്പം ഈ കാലയളവിൽ ലിറ്റിൽ കൈറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ സ്കൂളിലെ കൈറ്റ് മാസ്റ്റർ അനസ് സർ, കൈറ്റ് ബിസിനസ്സായി ആയിരുന്ന ഹരിത ടീച്ചർ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കരകുളം GVHSലേക്ക് സ്ഥലം മാറിപ്പോയെങ്കിലും ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഈ വിദ്യാലയം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടീം അവാർഡ് ഏറ്റുവാങ്ങുന്നു. മനസ്സായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രഞ്ജിതരി ജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് നേടുന്നത് നമ്മളെ ഏറെ സഹായിച്ച ഒരു പ്രവർത്തനമായിരുന്നു അമ്മയറിയാൻ പദ്ധതി. ഈ പദ്ധതിക്ക് പ്രാദേശികമായും വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഇതിന് നേതൃത്വം നൽകിയ നിരവധികളായ
ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളുണ്ട്. അതിൽ 2-3 പേരെ നമ്മൾ ആദരിക്കുന്നു. നിലവിൽ പ്ലസ് 2 വിദ്യാർത്ഥിയായ ഫാത്തിമ ജോഹറിനെ ചെറിയൊരു സ്നേഹോപഹാരം നൽകുന്നതിനായി ക്ഷണിച്ചു. ചടയമംഗലം ഗവൺമെൻറ് MG ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ജില്ലയിലെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള സമ്മാനത്തിന് അർഹമായ സ്കൂളെന്നുള്ള നിലയിലുള്ള അനുമോദനവും നടന്നതിൻ്റെ ചടങ്ങാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ചടയമംഗലം ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് സാം കെ ഡാനിയലാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അവർ ഈ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അനധ്യാപകർ സാക്ഷി TVക്ക് വേണ്ടി നമ്മുടെ ഗോപൻ, മുദ്ര രാജ്മോഹനൻ. 6 പതിറ്റാണ്ട് കാലത്ത് പാരമ്പര്യമുള്ള ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ ചടയമംഗലത്തിന്റെ സാമൂഹിക സാംസ്കാരിക വൈജ്ഞാന മേഖലകളിലെ നിറസാന്നിധ്യമാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം